അതെ, എല്ലാവരും കൂടി ഒരു കാര്യം പറയാം. എന്തൊക്കെ വന്നാലും എൻ്റെ മോളെ ജയിപ്പിക്കണം. ജയിപ്പിക്കാലോ. മോളെ പത്രക്കാര്, മീഡിയക്കാര്, നാട്ടുകാര് പലതും മാറി മാറി ചോദിക്കും. കൈവിട്ടൊരു മണ്ടത്തരോ ഇനി പറയരുത്. പിന്നെ ചിഹ്നത്തെക്കുറിച്ച് അധികം പറഞ്ഞ് കുളമാക്കരുത്. കൈകൂട്ടി ചിരിച്ച് വോട്ട് അഭ്യർത്ഥിക്കുക. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കണവന്മാര് സോഷ്യൽ സ്റ്റഡീസ് ഇടാൻ. സോഷ്യൽ മീഡിയ. പിന്നെ ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അടുക്കള വഴി കയറി ചട്ടി പൊക്കി നോക്കി ചാറ് നോക്കി അങ്ങനെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് വേണ്ട. അത് നല്ലതല്ലേ? വീട്ടുകാരൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ഞങ്ങളെ. അത് പണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ അടുക്കള വഴി കയറിയാൽ അവർ ഗ്യാസ് കുറ്റി ചോദിക്കും, അതിന്റെ വില ചോദിക്കും. പല വീട്ടിലും ഇപ്പൊ വിറകെടുപ്പിലാണ് വെക്കണത്. പിന്നെ അത് ഊതി കത്തിച്ച് സ്ഥാനാർത്ഥി തന്നെ കഞ്ഞി വെച്ച് കൊടുക്കേണ്ടി വരും. എനിക്ക് ഈ സാരി ഒന്നും എടുത്തോണ്ട് വോട്ട് വയ്ക്കാൻ പറ്റൂല. ഞാൻ നാളത്തോട്ട് ജീൻസ് ഇടും. പൊന്നുമോളെ ചതിക്കല്ലേ. മലയാള ഭാഷ തന്നെ മാതക ഭംഗി സാരിയിലാണ്. മോളെ സാരി മതി, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇലക്ഷൻ കാരണം എന്റെ എന്തോരം ഫിലിമാ പോയത്. DQ ഫിലിം, ഫഹദിന്റെ സിസ്റ്ററിന്റെ ക്യാരക്ടർ, നിവിൻ പോളി പടം. ഇമ്മാതിരി തള്ളാണ് തള്ളേണ്ടത്. സാറേ മൂക്ക് ഭാവിയുണ്ടാ. സമരത്തീച്ചൂളയിലൂടെ കടന്നു വന്ന് അനീതി കണ്ടാൽ എതിർക്കുമെന്നും പുല്ലേപ്പടിയിലെ വീട്ടിലെ കൊച്ചെ ഇതുവരെ ചിക്കൻ മോമോസ് കഴിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ കരച്ചിൽ വന്നെന്നും ഒക്കെ തട്ടി അങ്ങ് വിട്ടേക്കണം. ഈ ചിക്കൻ മോമോസ് എന്താണ് സാധനം? ഞാനിതുവരെ കഴിച്ചിട്ടില്ല. മിണ്ടണ്ടില്ല. ഈ സമരത്തേച്ചുള്ള എന്താ ഡാഡി? ഫ്രീഡം ഫൈറ്റ്സ് അല്ലേ? ഏതാണ്ടൊക്കെ അതുപോലെ ആകാനാണ് സാധ്യത അല്ലേ? മോളുടെ ഇലക്ഷൻ വേണ്ടിട്ടേ ഡാഡി കാശ് കുറെ ഇറക്കിയിട്ടുണ്ടോ? എന്നോട് ചോദിച്ചിട്ടൊന്നല്ലല്ലോ എന്നെ ഇലക്ഷൻ നിർത്തിയത്. ജയിച്ച മോള് പിന്നെ ആരാ? MLA, ചിലപ്പോ മന്ത്രി വരെ ആവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റേറ്റ് കാറ്, പോലീസ് എസ്കോർട്ട്, ബോഡി ഗാർഡ്, പോലീസ് നായ, ആംബുലൻസ്, ഒരു 10-19 വാഹന വ്യൂഹം. അതിന് ജയിക്കണ്ടേ? ഞങ്ങള് പറയണ പോലെ കാട്ടിക്കൂട്ടിയ ജയിപ്പിക്കും. അതെ, എനിക്ക് വേറെ ചില പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് നാളെ കാണാം. വാസുണ്ണ, ഒരു ചെറിയ രാഷ്ട്രീയ തന്ത്രം പങ്കുവെക്കാണ്ട് ഒന്ന് വരൂ. അണ്ണാ, ആ കൊച്ചു ജയിക്കൂ? എവിടെ? എടാ, ആ കൊച്ചിന്റെ തന്തയുടെ കയ്യിൽ പൂത്ത കാശുണ്ട്. അതടിച്ചു മാറ്റുന്നവരെ നമ്മൾ ജയിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞേക്കണം. അപ്പൊ തോറ്റാൽ എന്ത് പറയും നമ്മള്? അതിനല്ലടാ ശങ്കരാചാര്യ ഡയലോഗുള്ളത്. ഏത്? വികരണവാദികളും പ്രതിക്രിയാവാദികളും തമ്മിൽ അന്തർധാര ഉണ്ടാക്കി നമ്മളെ തോപ്പിച്ചു കളഞ്ഞു എന്നങ്ങ് തട്ടിവിട്ടാ മതി. വിശ്വസിച്ചോളും മണ്ടനാ. അതെ, എനിക്കൊരു ചിക്കൻ മോമോസ് വാങ്ങിച്ചു. വാ.